ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റീഡിംഗ് ജനറൽ ആണ്, ടൈംലെസ് ആണ്, പിന്നെ കളക്റ്റീവ് റീഡിംഗ് ആണ്. ഞാൻ ഫയൽ വെക്കുന്നില്ല. നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് വളരെ സന്തോഷം ഉണ്ടാകും എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ നമ്മൾ ആണ് ഉണ്ടാക്കുന്നത്. എന്ത് എനർജിയിൽ ഇരുന്നാലും നമ്മളതൊക്കെ മാറ്റാനും നമുക്ക് പറ്റും. ഇത് വളരെ പോസിറ്റീവ് ആണ് ഇന്നത്തെ കാര്യങ്ങൾ. ശരിക്കും ഈ ത്രീ ഓഫ് പെന്റക്കിള് നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകാരുമായി ചേർന്ന് എന്തെങ്കിലും ഒരു യാത്ര പോകാനോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങാനോ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം ആൾക്കാർ ചേർന്നുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഓഫീസിൽ നിന്ന് ടൂർ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് ആൾക്കാർ ഒരു ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുമായിട്ടോ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ശരിക്കും ഒരു ഫിനാൻഷ്യലി സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് പൈസ, നിങ്ങളുടെ ആവശ്യത്തിന് ആവശ്യമുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അത് ഇന്നലെ വരെ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് ശരിയാവോ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചാലും ഒരു മിറക്കിൾ പോലെ പൈസ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ലോൺ അടയ്ക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നാളെ എങ്ങനെ, ചിലപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും, എങ്ങനെ അടയ്ക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പൈസ വരും. നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ വേണ്ട എന്നാണ്. പിന്നെ ത്രീ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. അപ്പൊ ത്രീ ഓഫ് കപ്പും ത്രീ ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇതൊരു കൂട്ടുകൂടി ചെയ്യുന്ന എന്തോ ഒരു കാര്യം സക്സസ് ആവുകയും ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അത് ആരെങ്കിലും ഒക്കെ കൂടെ, നിങ്ങളുടെ ചിലപ്പോൾ നേരത്തെ പഠിച്ച ആൾക്കാർ നിങ്ങളെ കാണാൻ വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കാണാൻ പോവോ, നേരത്തെ ഒരുമിച്ച് ജോലി ചെയ്ത ആൾക്കാരോ, ശരിക്കും പ്രണയിച്ച ആൾക്കാരോ, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി പോയെങ്കിൽ ഇപ്പൊ അവർ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാണണം എന്നൊക്കെ തോന്നിയാൽ അത് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ട് ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് എന്നാണ് കാണുന്നത്. എംപ്രസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ശരിക്കും ഒരു റെസ്പെക്റ്റ് തരുന്ന ഒരു ദിവസമാണ്. അപ്പൊ മറ്റുള്ളവർ ഒരു അസൂയോടെയൊക്കെ നോക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഒക്കെ പോവണമെങ്കിൽ നിങ്ങളായിരിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിപ്പോ ഏത് അവസ്ഥയിലാണെന്നൊന്നും ചിലപ്പോൾ ഈ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും. നിങ്ങൾ അഥവാ എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നല്ല പോലെ ഡ്രസ് ഒക്കെ ചെയ്ത് നിങ്ങൾ ഒരിടത്ത് പോയി നിൽക്കുമ്പം എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് നിന്ന് കേട്ടോ. എല്ലാവരും നിങ്ങളെ ശരിക്കും അഭിനന്ദിക്കുന്ന ഒരു സമയമാണ്, ആദരവോടെ നോക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ചിലപ്പോൾ ജീവിതത്തിൽ ഒരു നല്ല നിലയിലെത്തിയ വ്യക്തികളായിരിക്കും. ഇപ്പം മറ്റുള്ളവർ അത് പറയുകയും നിങ്ങളെ ഒരുപാട് ശരിക്കും നിങ്ങളെ മറ്റുള്ളവർ മാതൃകയാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഇന്ന് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്പാണ്. അപ്പം ഒരു പ്രണയം, വളരെ തീവ്രമായ ഒരു പ്രണയം നിങ്ങളിലേക്ക് നിങ്ങൾ ആ ഒരു ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും വളരെ സന്തോഷം തോന്നുന്ന ഒരു ബന്ധം. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ഇത്. നിങ്ങൾ ചിലപ്പോൾ ആരാധനയോടെ ഒക്കെ കണ്ട ആള് തിരിച്ച് നിങ്ങളിലേക്ക് ഒരു പ്രണയം പറയുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ magician ആണ്. ആകെ കൂടി ഇന്ന് വളരെ നല്ല ഒരു എനർജി ആണ് ഉള്ളത്. നിങ്ങളും വളരെ ഹാപ്പി ആയിരിക്കും, വളരെ കോൺഫിഡൻസോട് കൂടി ഇരിക്കും. മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി നല്ല, ഇപ്പം ആർക്കായാലും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണ്. ദ വേൾഡ് കാർഡ് ആണ്. ഫുൾഫിൽമെന്റ് ആണ്.
നിങ്ങളുടെ ഇപ്പൊ ഇതില് ഈ മജീഷ്യനിലും എല്ലാം ഉണ്ട്. കപ്പുണ്ട്, പെന്നക്കിൾസ് ഉണ്ട്, സോഡ് ഉണ്ട്, വാണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ വേൾഡ് കാർഡിലും അതുണ്ട്. അപ്പോ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ശരിക്കും ഉണ്ടാക്കിയ ഒരു സമയമായിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു ശരിക്കും ഒരു സന്തോഷം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. ഇതില് ഒരു ഫെമിനൈൻ മസ്കുലൈനും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് രണ്ടും ബാലൻസ്ഡ് ആണെന്നാണ്. അപ്പൊ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നതും സ്ട്രഗിൾ ചെയ്തതും ഒക്കെ അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പാസ്റ്റിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. മറ്റുള്ളവരോടൊക്കെ നിങ്ങൾ നിങ്ങളോട് ദ്രോഹിച്ച ആൾക്കാരെയും ഒക്കെ നിങ്ങൾ ആ ദ്രോഹമൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഹീലിംഗ് നടന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതില് കാണുന്ന കുറേയധികം ആൾക്കാർക്കും ഒരു ഹീലിംഗ് ഒക്കെ നടന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ വളരെ കാമാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഇന്നേ ദിവസം നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഒരു സെൽഫ് പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ചിലര് ട്രാവൽ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ട്രാവൽ ആയിരിക്കാം. ഇതൊരു കടൽ കടന്നുള്ള ഒരു യാത്രയും കൂടിയാണ്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ഇതില് വേൾഡ് കാർഡും മജീഷ്യൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മജീഷ്യൻ നല്ല ഒരു റീഡിങ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് ആൾക്കാരായിരിക്കും കാണുന്നത്. പക്ഷെ കാണുന്നത് കുറേയധികം ആൾക്കാർക്കും ഇത് എനർജി ആണെന്ന് മിക്കവാറും എനിക്ക് മെസ്സേജ് വരാറുണ്ട്, കമന്റ് കാണാറുണ്ട്. അപ്പൊ അതിൽ വളരെ സന്തോഷമാണ്. അപ്പൊ ഒരു വിഷമിക്കുന്ന ഒരു എനർജി നമ്മൾ കാർഡ് എടുക്കുമ്പോൾ ഇന്ന് കുറച്ച് മോശമായിട്ടുള്ള എനർജി വന്നു കഴിയുമ്പോൾ കമന്റും വരാറുണ്ട്, എനിക്ക് ഇതാണ് എൻ്റെ അവസ്ഥയെന്ന്. അപ്പൊ ഇത് വളരെ സന്തോഷം. നിങ്ങൾക്ക് ഒരു നല്ല കാര്യം വരുന്നു എന്ന് കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് സന്തോഷിച്ചിരിക്കാൻ പറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ, ആ ഒരു മെസ്സേജ് എന്നിലൂടെ എനിക്ക് തരാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞ ഒരു റീഡിംഗ് ആണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. ഇപ്പൊ മജീഷ്യന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. കഴിവുകൾ ഉപയോഗിക്കാൻ ഉള്ളൊരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ചിലപ്പോൾ ഈ പാട്ട് പാടുന്നവരൊക്കെ ഇന്ന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാട്ട് പാടാൻ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നിങ്ങൾ വളരെ നിങ്ങൾ മാത്രം നിങ്ങൾ മൂളിപ്പാട്ട് പാടിയിരുന്ന ഒരു സ്ഥലത്ത് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിയ കഴിവുണ്ടെന്നൊന്നും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇന്നത് മനസ്സിലാക്കും. മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് ആരാധന ഉണ്ടാകും മറ്റുള്ളവർക്ക് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കഴിവുള്ള ഒരാളാണെന്ന് ചിലപ്പോൾ പലരും അറിയില്ലായിരിക്കും. അപ്പൊ ഇന്നേ ദിവസം അത് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് കലാപരമായ കഴിവുകളുള്ള ആൾക്കാരാണെങ്കിൽ, ക്രിയേറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടാനും സാധ്യതയുണ്ട്. പാട്ട് പാടാനോ, ഡാൻസ് ചെയ്യാനോ, അല്ലെങ്കിൽ എഴുതാനോ, വരയ്ക്കാനോ ഒക്കെ ഉള്ള ചാൻസ് കിട്ടുന്നു. നിങ്ങൾ ചിലപ്പോൾ അത് ഈ പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന കാര്യം പൊടി തട്ടിയൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. വരയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും പല ആൾക്കാരും. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് ആകാൻ പറ്റും എന്നുള്ളൊരു വളരെ കോൺഫിഡൻസിലായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ. ടൂ ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഈ ഒരു എനർജിയിൽ കണ്ടില്ലേ, നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ കുറെ ആൾക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോ ശരിക്കും നിങ്ങൾക്ക് കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് പുറത്തറിയിക്കാതിരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വളർച്ചയെ ശരിക്കും ബ്ലോക്ക് ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇത് ഓഫീസിലായിരിക്കാം, നിങ്ങളുടെ വീട്ടിലായിരിക്കാം, ഫ്രണ്ട്സിന്റെ ഇടയിലായിരിക്കാം. പക്ഷേ ആ ഒരു അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് നോക്കാം. അപ്പം മറ്റുള്ളവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു? നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഇതൊരു 5 of cups ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളിൽ വലിയൊരു പ്രകാശമുണ്ട്. നിങ്ങൾക്കത് എങ്ങനെ, ഇപ്പൊ മറ്റുള്ളവരുടെ കാര്യമൊന്നും നിങ്ങൾ നോക്കണ്ട എന്നൊരു
ഒന്നൊരു തീരുമാനം എന്ന ദിവസം നിങ്ങൾക്ക് വരുമായിരിക്കാം. അപ്പൊ ഇത്രയും ദിവസം നിങ്ങൾ മറ്റുള്ളവരെ അവർക്ക് ഇഷ്ടാവോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇവർക്ക് ഇഷ്ടാവോ, അവരെ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യണ്ടെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് എൻ്റെ ജീവിതം എനിക്കും സന്തോഷിക്കണം, ഞാനും കരുണയും സ്നേഹവും ഒക്കെ അർഹിക്കുന്നുണ്ട്, മറ്റുള്ളവരത് തന്നില്ലെങ്കിൽ ഞാൻ സ്വയം സ്നേഹിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സന്തോഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത്. Ace of Cups ന്റെ എനർജിയാണ് സെൽഫ് ലവ്. കണ്ടില്ലേ, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിച്ചാലും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആവശ്യം പോലെ ഉണ്ട് നിങ്ങളിൽ സ്നേഹം. അപ്പൊ നിങ്ങൾ അത് കാണാതെയാണ് മറ്റുള്ളവരിൽ എനിക്ക് കുറച്ച് സ്നേഹം തരുമോ, എന്നെ ഒന്ന് കെയർ ചെയ്യുമോ, എന്നെ ഒന്ന് കാണുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം മറ്റുള്ളവര്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ ഒന്ന് കാണുമോ, എന്നെ ഒന്ന് നോക്കുമോ, എന്നെ ഒന്ന് സ്നേഹിക്കുമോ എന്നൊക്കെ നിങ്ങൾ ബെഗ് ഇരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ബ്ലോക്കേജസ് ഒക്കെ മാറ്റി മറ്റുള്ളവർ നിങ്ങളെ ഉയരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ കഴിവുകളെ മറച്ചു വെച്ചെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ കഴിവിൽ ഇന്ന് വളരെയധികം ആ ഒരു പെർഫോമൻസിൽ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ഒരു അപ്പിയറൻസ് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഇതിൽ ജസ്റ്റിസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നീതി നിങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ആക്ഷൻ എടുത്തു. എനിക്കിപ്പം നീതി തരാൻ വേറെ ആരുമില്ല, ഞാൻ തന്നെ ചെയ്താലേ പറ്റുള്ളൂ, ഞാൻ തന്നെ ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരും. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ എപ്പോഴും മാറി നിന്ന് കൊടുത്തു കഴിയുമ്പോൾ മറ്റുള്ളവർ മുന്നിൽ കയറി പോകും. പക്ഷേ നമുക്കും മുന്നിലോട്ട് പോകാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഈ magician തെളിയിക്കുന്നുണ്ട്. നമുക്കും ശരിക്കും completion ഉള്ളൊരു അതിനുള്ളൊരു അർഹതയുണ്ട്. നമ്മളെ ജീവിതം സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എത്താനുള്ളൊരു അർഹത നമുക്കും ഉണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് നിങ്ങളെ മറ്റുള്ളവരെയൊക്കെ തള്ളി മാറ്റി നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ മറ്റുള്ളവർ പൊക്കോട്ടെ ഞാൻ പിറകെ നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും പോണം, മറ്റുള്ളവരുടെ കൂടെ എനിക്കും നടക്കണം, എൻ്റെ വഴി ഞാൻ എൻ്റെതായ ഒരു വഴിയുണ്ടാക്കി ഞാൻ അതിൽ നടക്കുന്നു, മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അത് നിങ്ങൾക്ക് ആ ഒരു ഇത് ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ്. 5 of Wands ന്റെ എനർജിയാണ്. ഒരുപാട് പേരുണ്ട് മത്സരിക്കാൻ എന്നാണ്. ഇന്നേ ദിവസം എത്ര പേര് നിങ്ങളോട് മത്സരിച്ചാലും നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്. കാരണം ഇതില് magician 2 തവണ വന്നിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മാജിക്കൽ പവറിൽ നിങ്ങൾ അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി. ഇപ്പൊ മറ്റുള്ളവര് പാസ്റ്റില് നിങ്ങൾ മറ്റുള്ളവർക്കുള്ള കഴിവുകളിലാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത്. അവർക്ക് അത്രയും കഴിവുണ്ട്, അവരെ കൊണ്ട് അത് പറ്റും, എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എനിക്ക് പറ്റും എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അത് പലർക്കും പലതരത്തിലുള്ള കഴിവുകളാണുള്ളത്. അപ്പൊ അത് എന്ത് തന്നെ ആയാലും ഒരു കാർഡ് കൂടി എടുക്കാം. നവരാത്രിയാണ്, നല്ലപോലെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്തായാലും. 4 of Wands കണ്ട, ഇത് മറ്റുള്ളവർ എത്ര ഉണ്ടെങ്കിലും നിങ്ങളാണ് വിജയി. കുറേ അധികം ആൾക്കാർ ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ പ്രശംസിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് ആകുന്ന ഒരു ദിവസമാണ്. ശരിക്കും അത് നിങ്ങളുടെ ആ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ മറ്റുള്ളവർക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും അപ്പൊ ഈ ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് നമ്മളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ പർപ്പസ് വേറെയാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോന്നാണ്. അപ്പൊ നമ്മളുടെ പർപ്പസ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക, നമ്മുടെ ലൈഫ് പർപ്പസ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മളുടെ പാഷനാണ് കൂടുതൽ നമ്മളുടെ പർപ്പസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൾക്കാർക്ക് കുക്കിങ്ങിലായിരിക്കും പാഷൻ. അപ്പൊ അവരുടെ
അവർക്കത് ചെയ്യാനും പറ്റില്ല. അപ്പൊ മനസ്സിലാക്കുക, നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ ജന്മത്തിലെ നമ്മുടെ ലൈഫ് പർപ്പസ്. ചില ആൾക്കാർക്ക് അക്കൗണ്ടിങ്ങിലായിരിക്കും. അപ്പോ അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുമ്പം മറ്റുള്ളവരെ കാശുണ്ടാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിരിക്കും. അപ്പൊ നമ്മള് മറ്റുള്ളവരെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൈപിടിച്ച് നടത്തുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുക. ഇതൊക്കെ അപ്പൊ ഓരോരുത്തരുടെയും പർപ്പസ്, ലൈഫ് പർപ്പസ് വേറെ 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 ആയിരിക്കും. ഒരുപോലെ അല്ല. നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഇനി ഏത് പാതിരാത്രി വിളിച്ച് പറഞ്ഞാലും ഈ ഒരു കാര്യം ചെയ്യ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പർപ്പസ്. അതായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പാഷൻ ആയിരിക്കും അത്, നിങ്ങളെ ഏറ്റവും സന്തോഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അതുകൊണ്ട് മറ്റുള്ളവർക്കും ഗുണമുള്ള ഒരു കാര്യം, അതായിരിക്കും നിങ്ങളുടെ പർപ്പസ്. അപ്പൊ അത് കണ്ടെത്താൻ ശ്രമിക്കുക. എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.